സോംസുന്ദർ എന്ന ഗ്രാമത്തിൽ ആൾക്കാർ നടമില്ലാത്ത ഒരു പാതയിൽ ഒരു കാറ് വളരെ വേഗത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന രൺവീർ വളരെ ദേഷ്യത്തോടെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാർ സീറ്റിലുണ്ടായിരുന്ന മൊബൈൽ അത് അടിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. ആ ഫോൺ എടുത്തിട്ട് അദ്ദേഹം കാതിൽ വെച്ചിട്ട് റിസീവും ചെയ്തു. പിന്നെ ഒരു കൈ കൊണ്ടൊന്ന് ഡ്രൈവും ചെയ്തു. എന്തു പറ്റി ഗൗരവ്, നിനക്ക് കുറച്ച് ക്ഷമയോടെ നിൽക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ബംഗ്ല എന്റെ പേരിൽ മാറിയതിനു ശേഷം നിനക്ക് ചേരാൻ വേണ്ടിയ കാശ് ഞാൻ തന്നോളാം. 15 ദിവസമായി. ആ ബംഗ്ല എപ്പോഴാണ് നിന്റെ പേരിൽ മാറുക? പിന്നെ നീ പൈസ എപ്പോഴാ തരിക? ഇവിടെ നോക്കൂ സഹോദര, കുറച്ച് ക്ഷമയോടെ ഉണ്ടാവണം. കോർട്ട് കൊണ്ടാണ് ഇത്ര സമയം വൈകുന്നത്. ഇതിൽ എന്റെ തെറ്റ് എന്താ ഉള്ളത്? ജോലി കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ നിന്നെ തീർച്ചയായിട്ടും വിളിച്ചോളാം. ഇപ്പൊ ഫോൺ വെക്കേ. പറഞ്ഞ ശേഷം രൺവീർ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം പെട്ടെന്ന് അവന്റെ കാർ നിന്നും പോയി. ഷടാ, ഇപ്പൊ ഇതിനെന്ത് പറ്റി? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ രൺവീർ കാർ ഇവിടുന്ന് പുറത്തു നോക്കിയപ്പോൾ അവന്റെ ശ്വാസം തന്നെ നിന്നുപോയുണ്ടായിരുന്നു. അവന്റെ കാർ ഒരു പാടഞ്ഞ ഒരു കൊട്ടാരത്തിന് മുമ്പായിരുന്നു നിന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെയാ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് രൺവീർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാർ സ്റ്റാർട്ടായിട്ടേ ഇല്ലായിരുന്നു. ഇതെന്താ വല്ലാത്ത കഷ്ടമല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ രൺവീർ കാറിന്റെ പുറത്തുനിന്ന് ഇറങ്ങി നിന്ന് അവൻ നോക്കുകയായിരുന്നു. ഞാൻ എന്റെ കൊട്ടാരത്തേക്ക് പോകാൻ നോക്കിയതാ, പിന്നെ എങ്ങനെ ഞാൻ എവിടെ എത്തിയിരിക്കുന്നത്? പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്ന് ഏതോ ഒരു ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് അവൻ ആ സ്ഥലം നോക്കിയപ്പോൾ അവൻ വല്ലാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ പ്രേതം വന്നാൽ നിങ്ങൾ എല്ലാരും അതിന്റെ കാലിന്റെ അടിയിൽ വീഴുന്നു കിടക്കേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? അവന്റെ മുമ്പിൽ തന്നെ ചോപ്പ് സാരി കെട്ടിക്കൊണ്ടിരുന്ന അവന്റെ ഭാര്യ സ്വരാഹിനി അവിടെ നിൽക്കുകയായിരുന്നു പ്രേതരൂപത്തിൽ. അവളുടെ കണ്ണുകൾ ചുവന്ന രൂപത്തിൽ വളരെ ക്രൂരമായിട്ടായിരുന്നു അവൾ നിൽക്കുന്നത്. അവളുടെ കൈകളുള്ള നഖങ്ങളൊക്കെ ആരോ കൊന്നിട്ട് അതിന്റെ ചോരച്ചുറ്റികളും നീളമായിട്ടുണ്ടായിരുന്നു. നഖത്തിലുള്ള ചോരത്തുളികൾ താഴെ തടക് തടക് എന്ന് വീഴുകയായിരുന്നു. ഇതിന് ഒരു സാധ്യതയില്ല. നീ തിരിച്ചെനിക്ക് വരാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു. നീ ചെയ്ത ദ്രോഹത്തിന് നിനക്ക് കിട്ടേണ്ട ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും. രക്ഷപ്പെടാൻ നീ നോക്കണ്ട. ഇല്ല. രൺവീർ വളരെ ശബ്ദത്തോടെ ഒച്ചയുണ്ടാക്കി. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ശ്രമിച്ചപ്പോൾ സ്വരാഹിനി തന്റെ ശക്തി കൊണ്ട് അവനെ ആകാശത്തിലേക്ക് പൊക്കി വെച്ചു. പിന്നെ വളരെ ശക്തിയോടെ അവനെ പഴയ കൊട്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. രൺവീർ ബഹളം വെച്ചു. അവൻ താഴെ വീണപ്പോൾ സ്വരാഹിനി അവന്റെ അടുത്തേക്ക് പോയി നിന്നു. അവൾ അവന്റെ കഴുത്തും പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അവന്റെ കണ്ണു രണ്ടും പൊട്ടിച്ച് വലിച്ചെടുത്തു. പിന്നെ അവനെ ഒരു കണ്ണ് പൊട്ടനെ പോലെ ആക്കി കഴിഞ്ഞു. ഇത് നിനക്ക് യോജിച്ച ശിക്ഷയാണ്, ദ്രോഹി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സ്വരാഹിനി അവന്റെ കഴുത്തും പിടിച്ചിട്ട് മുഴുവനും അവൻ പുറകിലേക്ക് തിരിച്ചു വെച്ചു. പിന്നെ അവനെ ഒറ്റ തിരിവിൽ തന്നെ അവനെ കൊന്നുകളഞ്ഞു. ആര് ചെയ്ത ദ്രോഹത്തിനും ശിക്ഷ കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. ആരായിരുന്നാലും ഞാൻ തല തിരിച്ചവരെ കൊന്നുകളയും. സ്വരാജിനി തിരിച്ചു വന്നിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഗൗരവ് രൺവീറിന് ഫോൺ വിളിച്ചു. പിന്നെ അവന്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫിലാണ് വന്നത്. അപ്പോൾ സമയം ശരിയായിട്ട് 10 മണിയായിരുന്നു. എന്തു പറ്റി ഗൗരവ്? നിങ്ങൾ എന്താ ഇത്ര ടെൻഷൻ ആയിരിക്കുന്നത്? ഈ രൺവീർ എന്റെ അടുത്തൊരു ഡീൽ ഇട്ടിരുന്നു. അതിനുള്ള പൈസ എനിക്ക് അവൻ പോയാഴ്ച തരാന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ഇപ്പോഴാണ് നമ്മളെ കളിപ്പിക്കുകയാണ്. ദിവസവും ഇന്ന് നാളെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കിടന്നുറങ്ങും, അദ്ദേഹത്തെ നാളെ ചെന്ന് നോക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആരാധ്യ അവൾ ഉറങ്ങിയും പോയി. പിന്നെ അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഗൗരവന് മനസ്സിലായത് ആരോ അവന്റെ കൈ പിടിച്ചു നിൽക്കുന്നത് പോലെ. അവൻ തിരിച്ചു നോക്കിയപ്പോൾ എതിർക്കെ സ്വരാഗിനി വളരെ ഗൗരവമായിട്ട് നിൽക്കുമ്പോൾ അവനെ കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ അവൻ പേടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവന്റെ കഴുത്തും പിടിച്ച് പിന്നെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് പറഞ്ഞു, എന്നെ കൊന്നിട്ട് അതിനുള്ള പണവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു അല്ലേ? നീ വിഷമിക്കേണ്ട. ഇപ്പോൾ നിനക്കുള്ള മരണവും ഉടനെ തന്നെ എത്തിക്കഴിഞ്ഞു.
വളരെ വേഗത്തിൽ. അത് കേട്ട ഉടനെ ഗൗരവ് വല്ലാതെ പേടിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അവന്റെ ശബ്ദം കേട്ട ഉടനെ ആരാധ്യ ഞെട്ടിയെണീച്ചു. എന്തു പറ്റി ഗൗരവ്? നിങ്ങൾ എന്താ ഇത്രയും പേടിച്ചിരിക്കുന്നത്? എന്താ കണ്ടേ? അത് കേട്ടതിന് ശേഷം ഗൗരവ് അവളെടുത്ത് ഒന്നും പറയാതിരുന്നു. തന്റെ പേടി മറച്ചിട്ട് അവൻ പറഞ്ഞെന്താ വെച്ചാൽ, അത് പിന്നെ എന്തോ ചീത്ത സ്വപ്നം തോന്നുന്നത്. ഇത് പറഞ്ഞ ശേഷം അവൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ കിടന്നുറങ്ങി. അവൻ പുതപ്പും മൂടിയിട്ട് ഒന്നും മിണ്ടാതെ കണ്ണും മൂടി അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ തന്റെ പേടി മറയ്ക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ ശ്രമിച്ചു. പക്ഷെ എന്നാലും അവന്റെ പേടി അവനെ കൊണ്ട് മറയ്ക്കാൻ പറ്റാതെ അവൻ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആരാധ്യ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവളും ഞെട്ടിയിരിക്കുകയായിരുന്നു. ആ രാത്രി ശേഷം ഗൗരവയുടെ ജീവിതം തന്നെ മാറിപ്പോയിട്ടുണ്ട്. രാത്രി നേരത്തിൽ സ്വരാനികിന്റെ രൂപം അവൻ കാണുമെന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ ഇതുപോലെ ദിവസം പേടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേ തന്നെ ഇരുന്നു. പക്ഷേ ആരാധ്യ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു രാത്രി ഗൗരവ് ഇതേപോലെ തന്നെ പുതപ്പും മൂടിക്കൊണ്ട് അവൻ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവൻ ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആരാധ്യ ഈ കാര്യം അറിഞ്ഞിട്ട് വല്ലാതെ വിഷമത്തിൽ തന്നെയായിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് അവൾ വല്ലാതെ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഗൗരവ് ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത് ഇതിനു മുമ്പേ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇതിന് കാരണം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഗൗരവ്, ഈ സ്ഥലത്തെ എന്റെ മൃതദേഹം മറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെന്ന് അതിനുള്ള അവസാനത്തെ ചടങ്ങുകളൊക്കെ ചെയ്യൂ. അല്ലെങ്കിൽ എന്റെ ആത്മാവ് നിന്നെയും അവരെ പോലെ തന്നെ കൊന്നുകളയും. മനസ്സിലായോ നിനക്ക്? ഈ പ്രാവശ്യവും ഗൗരവിന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവൻ പേടിച്ചുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എണീച്ചു നിന്നു. പിന്നെ അവൻ കണ്ടത് ആരാധ്യ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. പിന്നെ അവൻ തന്റെ മുറിയിൽ വിട്ട് അവൻ പുറത്ത് നടന്നു പോവുകയായിരുന്നു. ആരാധ്യ ഉറങ്ങുന്നത് പോലെ തന്നെ അഭിനയിച്ചു. അവൾ വേഗം തന്നെ എണീച്ചിട്ട് അവനെ കാണാതെ അവളുടെ പുറകിൽ തന്നെ അവൻ ഒളിഞ്ഞു പോവുകയായിരുന്നു. ഗൗരവ് വീട്ടിന്റെ പുറത്തേക്ക് വന്നിട്ട് വീട്ടിന്റെ പുറകിലുള്ള കാട്ടിലേക്ക് അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാധ്യവും വെറും കാലിൽ തന്നെ അവന്റെ പുറകിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഗൗരവ് അതേ പാഴടഞ്ഞ ബംഗ്ലേന്റെ അടുത്ത് നിന്ന് കാണുകയായിരുന്നു. സ്വരാഹിനി, നീ എവിടെയാ ഉള്ളത്? നിനക്ക് അവസാനമുള്ള ഈ ചടങ്ങ് ചെയ്തിട്ട് ഞാൻ മുക്തി തരാം. അവൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു ചുഴലിക്കാറ്റാണ് അടിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. ഒരു വേഗമായ കാറ്റടിച്ച് അവൻ അവിടെ നിന്ന് പറന്നുപോയി. പിന്നെ അവനെ ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അകത്തേക്ക് ഇട്ട് കളഞ്ഞു. അവളും അതേപോലെ തന്നെ ശബ്ദത്തോടെ ആ കൊട്ടാരത്തിലേക്ക് അകത്തേക്ക് പോയി കളഞ്ഞു. ആരാധ്യനെ കണ്ടപ്പോൾ ഗൗരവ് വല്ലാതെ ഞെട്ടിപ്പോയി. അവൻ അവളോട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വല്ലാതെ ആപത്തുണ്ട്. ഗൗരവ്, പ്ലീസ് ടെൽ മീ വാട്ട്സ് റോങ് വിത്ത് യു? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇപ്പൊ ഗൗരവ് ഇവളെടുത്ത് ഒന്നും മറക്കാൻ പാടില്ലെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. രൺവീറും ഞാനും ചെറുപ്പത്തിൽ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഠാക്കൂറിന്റെ ഒരു പൈസക്കാരി മകളുണ്ടായിരുന്നു, സ്വരാഗിനി. അവളുടെ പേരിൽ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഞാനും രൺവീർ ആഗ്രഹിച്ചത് ഞങ്ങളുടെ പ്രേമവലയിൽ അവൾ കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാലേ ആ ബംഗ്ലാവ് ഞങ്ങളുടെ പേരിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരുത്തരല്ലേ കല്യാണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്താ തീരുമാനിച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്ന രൺവീറും പിന്നെ അതിനുശേഷം ബംഗ്ലാ പേരിൽ വന്നതിന് ശേഷം ആ ബംഗ്ലാവിന്റെ 50% പ്രോഫിറ്റ് ഷെയർ എനിക്ക് വരണമെന്ന് പറഞ്ഞു. എത്ര മോശമായ ചിന്ത ഉള്ളവനാണ് നിങ്ങൾ. പിന്നീട് എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ ശേഷം സുരാഹിനി ആ ബംഗ്ലാവ് രൺവീറിന്റെ പേരിൽ എഴുതാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് രൺവീർ അവളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചു. പിന്നെ അവളെ സ്നേഹിച്ചതൊക്കെ കള്ളത്തരമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനും രൺവീർ പ്ലാൻ ചെയ്തു സുരാഹിനിയെ കൊല്ലണമെന്ന്. ഒരു ദിവസം സുരാഹിനിനെ രൺവീർ ക്ലോറോഫോം കൊടുത്തിട്ട് അവളെ മയക്കി വെച്ചു. അതിനുശേഷം ഞങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവളെ കൊന്നിട്ട് ഇതേ സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അടുത്ത ദിവസം രൺവീർ പോലീസ് സ്റ്റേഷനിൽ ഒരു പൊയ്യായ കംപ്ലൈന്റ് ആണ് കൊടുത്തത്. അതായത് സുരാഹിനി വേറെ ഒരുത്തനും കൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. അതിനുശേഷം ആ ബംഗ്ലാവ് അവന്റെ പേരിലേക്ക് മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല സുരാഹിനി എങ്ങനെ തിരിച്ചു വന്നു എന്ന്. അതാണ് എനിക്ക് ഇനി മനസ്സിലാവാത്തത്. പക്ഷെ അവൾ പറഞ്ഞത് രൺവീരെ അവൾ കൊന്നു എന്നാണ് പറഞ്ഞത്. എന്നെയും വിടില്ലെന്നാ പറഞ്ഞത്. അവളുടെ അവസാനത്തെ ഈ ചടങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഉടനെ ആരാധ്യ വല്ലാതെ പേടിച്ചു പോയി. അവൾ പറഞ്ഞു, ഇപ്പൊ പറയൂ, അവളുടെ ശരീരം എവിടെയാണ് നിങ്ങൾ മറച്ചു വെച്ചത്? നമ്മൾ അവളുടെ അന്ത്യസംസ്കാരമൊക്കെ ചെയ്യാം.
ഗൗരവ് അത് പറയുന്ന മുമ്പ് തന്നെ അവർ കണ്ടത് സ്വരാഹിനി വലിയ രൂപത്തിൽ അവൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ട ഉടനെ രണ്ടുപേരും വല്ലാതെ പേടിച്ചുപോയി. ഇതെല്ലാം തന്നെ ഞാൻ നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ നീ ഇതെല്ലാം തന്നെ നിന്റെ വാ കൊണ്ട് നിന്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്നെ ഇത്രയും ദിവസം ഞാൻ വെറുതെ വിട്ടുവെച്ചത്. സ്വരാഗിനി, നിനക്ക് നടന്നത് വലിയ തെറ്റാണ്. ഞാൻ നിനക്ക് എന്താണ് സംഭവിച്ചെന്ന് പുറത്തെല്ലാരെയും അറിയിക്കും. ദയവായി ഗൗരവിനോട് നീ ക്ഷമിക്കണം. ഇല്ല, ഞാൻ തീർച്ചയായും ഇവനെ കൊന്നേ തീരൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സ്വരാഹിനി ഗൗരവന്റെ കഴുത്തെ പിടിച്ചു. വീണ്ടും അവനെ പിടിച്ച് ചുമരിലടിച്ച് അവൻ അവിടെ തന്നെ കൊന്നുകളഞ്ഞു. പിന്നെ അവനെ പിടിച്ചിട്ട് ചുമരുള്ള ഒരു വലിയ കമ്പിയിലേക്ക് കുത്തി പറച്ച് അവനെ അതിൽ തന്നെ തൊങ്ങിയിട്ടു. ആ കമ്പി ഗൗരവന്റെ ഹൃദയം തന്നെ പിളർന്നെടുത്ത് അവനെ അപ്പോ കൊന്നുകളഞ്ഞു. പിന്നെ അവനും അവിടെ തന്നെ മരിച്ചും പോയി. എന്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആരാധ്യനെ കണ്ടു. എനിക്ക് നടന്ന ഈ ദ്രോഹത്തെക്കുറിച്ച് എന്റെ അച്ഛനോട് നീ വേണം മുഴുവനായി ചെന്ന് പറയാൻ. ശരിയോ? മൊത്ത ഗ്രാമത്തിലും എന്നെ കുറിച്ചുള്ള സത്യം നീ ചെന്ന് പറയണം. ഇതിനുശേഷം ആര് പെണ്ണുങ്ങളെ കുറിച്ച് തെറ്റായി വിചാരിക്കാൻ പാടില്ല. ഞാൻ അവരെ വെറുതെ വിടില്ല. അതുകൊണ്ട് അച്ഛനോട് പറ, ഗ്രാമത്തിന്റെ പുറത്തായി കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ഉണ്ടാക്കാൻ പറ. ഞാൻ ഇപ്പോൾ പോകുകയാണ്. പക്ഷേ ഇതിനുശേഷം ഏതെങ്കിലും ഒരു പയ്യൻ ഒരു പെണ്ണിനെ ദ്രോഹിക്കണമെന്ന് കരുതിയാൽ അപ്പോൾ ആ സമയത്ത് സുരാഗിനി അവിടെ എത്തിയിരിക്കും.